ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ മാത്തൻ്റെ വീട്ടിൽ ആണ് കേട്ടോ ഞങ്ങൾ. നമ്മുടെ വീട്ടിൽ കുറച്ച് തൊട്ടപ്പുറത്താണ്, എന്നാലും ഇപ്പോൾ കൂടുതൽ സമയം ഇവിടെയാണ്. ലവ്യ മാത്തനും ഞങ്ങളൊക്കെ ആയിട്ട് ഓരോ വെഡ്ഡിങ് പ്ലാൻസും പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട് എപ്പോഴും ഒന്നിച്ചുണ്ട്. അപ്പോൾ ഇന്ന് ദേ ഹൽദിക്ക് പോകാൻ നിൽക്കുകയാണ്. ഹൽദി ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ബീച്ചിൽ പോയിട്ട് നമുക്ക് ഒന്ന് ഹൽദി സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആൻസൺ ചേട്ടൻ ദേ പാച്ചുവിന് പാൽപ്പൊടി തീർന്നിരിക്കുക, അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വേഗം പോകണം. അപ്പോൾ ബെട്രോത്തലിൻ്റെ റഷസ് ഒന്നും ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ബെട്രോത്തലിൻ്റെ റഷസ് ഞാൻ ഇത് വീഡിയോൻ്റെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പാച്ചു ഭയങ്കര കുറുമ്പായിട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് കാണിച്ചു തരാം. പക്ഷേ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഹൽദി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബീച്ചിൽ കുറച്ച് എന്താ പറയുക, ഒരു സർപ്രൈസ് ആയിട്ടാണ് അമ്മലിനെ വരുത്തുന്നത്. ഒരു വലിയൊരു സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ പിള്ളേർ സെറ്റിന് ഒത്തുകൂടാൻ ഒരു റീസൺ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പേരാണ് ഹൽദി. അപ്പോൾ അത് എങ്ങനെയാണ് നിശ്ചയിച്ച് ലിജേഷായിട്ട് സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇത് ആൻസർ ചേട്ടൻ ഇത് ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോവാട്ടോ. അവൻ്റെ അവിടെ പപ്പയുടെ ഉണ്ടോ. അപ്പോൾ അതാ പാൽപ്പൊടി എത്തി. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പാച്ചുവിന് എന്തിനാ ഇപ്പോഴും ഫോർമുല കൊടുക്കണേന്നുള്ള കാര്യവും. ശരിക്കും 2 years വരെയൊക്കെ മാക്സിമം പാൽപ്പൊടി കൊടുത്താൽ മതി. പക്ഷെ അവൻ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫുഡ് ഒന്നും കഴിക്കാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തെങ്കിലും ജീവൻ കിടക്കാൻ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ അവന് ഇപ്പോഴും ഡെക്സോലാക്ക് ഫോർമുല ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തൊട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്, സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെക്സോലാക്കാണ്. സ്റ്റേജ് 1, 2 ഒക്കെ അവന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെക്സോലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോർമുല മിൽക്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെക്സോലാക്ക് എനിക്ക് പ്രത്യേകത തോന്നിയിട്ടുള്ളത്, ഇത് ഡൈജഷന് കുറച്ചുകൂടി ഈസിയാണ് കുട്ടികൾക്ക്. ഇപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഗ്യാസ് പോവാനും ഡൈജഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഡെക്സോലാക്കിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത, ഡൈജഷൻ കുറച്ചും കൂടി ഈസി ആക്കാനും കുട്ടികളെ കുറച്ചും കൂടി ഒന്ന് കംഫർട്ട് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോർമുല മിൽക്കാണ് ഇത്. അപ്പോൾ സ്റ്റേജ് 1 തൊട്ട് 4 വരെ അവൈലബിൾ ആണ്. പാച്ചുവിന് ഞാനിപ്പോൾ സ്റ്റേജ് 4 ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഞാൻ എവിടെ പോകുമ്പോഴും ഡിസ്പെൻസറിൽ പാൽപ്പൊടി ആക്കിയിട്ട് പോവാം, കാരണം വേറെ ഫുഡൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ ഇതിൽ അവന് വേണ്ടുന്ന ഫീഡ് ഫുള്ള് 6 ഫീഡ് ഞാൻ കൊണ്ടുപോകും. അങ്ങനെയാണ് ഇത്. ശരിക്കും 36 വൈറ്റൽ ന്യൂട്രിയൻസ് ആണ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഒരു കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അതല്ലാത്ത സിറ്റുവേഷൻസിൽ ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ള അമ്മമാരുണ്ടാവും. പിന്നെ അത് കൊടുക്കാൻ ഇപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാനുള്ള സാഹചര്യം പ്രശ്നമുള്ള അമ്മമാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് സ്വിച്ച് ചെയ്തേ പറ്റുള്ളൂ ഫോർമുല മിൽക്സിലേക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു പാൽപ്പൊടിയാണ്. കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ ഡി, അയേൺ ആൻഡ് പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഡൈജഷൻ ഈസി ആക്കാനുള്ള FOS എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയയും ഇതിലുണ്ട്. നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ കംഫർട്ട് ആവുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് കുട്ടികൾക്ക് സൂട്ട് ആവുന്നതെന്നുള്ളത്. അപ്പോൾ പാച്ചുവിൻ്റെ എനിക്ക് ഇതാണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വെയിറ്റ് ഗെയിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം ഞാൻ വേഗം ഡിസ്പെൻസറിലാക്കിയിട്ട് ഞങ്ങൾ വേഗം സ്ഥലം വിടാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നാണ് അമലിൻ്റെയും ശില്പയുടെയും ബെട്രോത്തൽ. നമ്മുടെ കോട്ടപ്പുറം പള്ളിയിൽ വെച്ചിട്ടാണ് ബെട്രോത്തലായിരുന്നത്. മണവാളൻ എത്തി, ഞങ്ങളിതേ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ശില്പയും വന്നു. ഈ സമയത്തൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ഫോട്ടോസാണ്. നല്ല ഭംഗിയുള്ള ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ കോട്ടപ്പുറം പള്ളി. അപ്പോൾ ഇതാ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ബെട്രോത്തിലായതുകൊണ്ട് തന്നെ കുർബാനയും കുറേ സമയം അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ ഇതാ പാച്ചുവിൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. നമ്മൾ ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് ബ്രൊക്കേഡ് എടുത്തിട്ട് ഞാനിങ്ങനെ പാറ്റേൺ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് അവന് നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനത്തെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, സമ്മതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പള്ളിയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇതാണ് ഫാമിലി. അമലിന് ഒരു ബ്രദറാണുള്ളത്, അലൻ. മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ശില്പയ്ക്കും അതുപോലെ തന്നെ ഒരു ബ്രദറാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഹാപ്പി ഒരു ഫാമിലി ഫോട്ടോ.
അപ്പോൾ ദേ ഞങ്ങളുടെ ഒരു ഫോട്ടോ ആണ്. ഞാൻ അന്നൊരു ഗൗണാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ദേ ഹാളിലേക്കുള്ള എൻട്രി ആണ്. പള്ളിയിൽ വെച്ചിട്ട് ആസ് യൂഷ്വൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കപ്പിൾ ഷൂട്ട്സൊക്കെ നടക്കുമല്ലോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പള്ളിയാണ്. നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിങ്സും ഗ്ലാസ് വർക്കൊക്കെ ആയിട്ട് നല്ല ഭയങ്കര രസമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ ദേ ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്താണ്. പാച്ചു അപ്പോഴേക്കും നല്ല ഓട്ടവും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നട്ടപ്പുറ വെയിലത്ത് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേ ഹാളിലേക്ക് നമ്മൾ എത്തി. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഗ്രാൻഡ് പാരൻസും ഗോഡ് പാരൻസും ഒക്കെ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്ത് സ്റ്റേജിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ദേ ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്സിൽ ക്യാൻഡിൽ ലൈറ്റിങ്ങും പിന്നെ കേക്ക് കട്ടിങ്ങും ആണ് ഉള്ളത്. അപ്പോൾ രണ്ടും കഴിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തിൽ ഉള്ള കുറച്ച് സമയമായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം പാച്ചുകുട്ടൻ എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര ബിസി ആയിട്ട് ഹാളിൽ മൊത്തം ചുറ്റി ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ദേ പാച്ചു വെള്ളം കുപ്പിയിൽ നിന്ന് മൂടിയിൽ വെള്ളം എടുത്തിട്ട് അവിടെയുള്ള പൂക്കൾക്കും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വൈൻ ടോസിങ് 2 ബ്രദേഴ്സും കൂടി നമ്മുടെ കപ്പിൾസിന് വൈൻ എടുത്തു കൊടുത്ത് വൈൻ ടോസിങ് സെറിമണിയൊക്കെ നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ടുള്ള കുറച്ച് സമയമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സോസ്റ്റഡ് ആയിട്ട് ഞാൻ ആൻസൺ ചേട്ടനെ ഏൽപ്പിച്ചു. അപ്പോൾ ആൻസൺ ചേട്ടൻ്റെ അടുത്താവുമ്പോൾ അവൻ കുറച്ച് ഒന്ന് അടങ്ങിയിരിക്കും. അപ്പോൾ ഗൗരവത്തിൽ നിൽക്കുന്ന കാരണം അവനൊന്ന് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ എടുത്തിരിക്കുമ്പോൾ അവൻ എല്ലാവരുടെയും ഐസ്ക്രീം തരുമോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് എല്ലാവരുടെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിജേഷ് ചേട്ടനുണ്ട്, നിഷ ചേച്ചി, ചാക്കോ, ആൻസൺ ചേട്ടൻ എല്ലാവരുടെയും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ബിസിയുമാണ്. നിഷ ചേച്ചി എന്തോ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോഴത്തേക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് സാരി ഉടുത്തില്ല കേട്ടോ, ഞാനന്നൊരു ഗൗണാണ് യൂസ് ചെയ്തത്. തൃശ്ശൂരുള്ള രംഗോളി ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൊട്ടീക്കിൽ നിന്ന് ചെയ്യിപ്പിച്ച ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗൗണായിരുന്നു. അവിടെ വന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ഗൗണായിരുന്നു. അതുകൊണ്ട് തന്നെ സാരിയേക്കാളും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിരുന്നു യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ രംഗോളിയിലൊന്ന് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് ഹൽദിയാണ്. ആക്ച്വലി ഹൽദി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശില്പയുടെ വീട്ടിലായിരുന്നു, പക്ഷേ അവിടെ കസിൻസിന് കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും യെല്ലോ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ എന്തായാലും ഒരുങ്ങിയല്ലോ ഹൽദിക്ക്, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്ത് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനുണ്ട്, ആൻസൺ ചേട്ടൻ, പാച്ചു, ലവ്യ, മാത്തൻ, ഞങ്ങളൊരു കാറിൽ. ആദ്യം തന്നെ നിശ്ചയിച്ച് ലിജേഷ് ചേട്ടനൊക്കെ അവിടെ എത്തി. പൂക്കൾ കൊണ്ടുള്ള അലങ്കാര പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്, എന്താണ് പ്ലാൻ എന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദേ അന്ന് പാച്ചു 2 വട്ടം വീണിട്ട് തലയൊക്കെ മുഴച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ലിജേഷ് ചേട്ടനും നിഷ ചേച്ചിയൊക്കെ കൂടി അവിടെ ഒരു വഞ്ചിയിൽ പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല നമ്മൾ ഹൽദി ചെയ്യണം അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ശില്പയുടെ വീട്ടിലായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ക്യാൻസൽ ചെയ്തപ്പോൾ എന്നാൽ ശരി നമുക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ലിജേഷ് ചേട്ടനും നിഷ ചേച്ചിയും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ദേ ഓലക്കൊടിയൊക്കെ വെച്ച് മൺകലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാച്ചു ഇതാ ബീച്ചിൽ പോയപ്പം ഭയങ്കര കളിയാണ്. മാത്തൻ ഫുൾ ടൈം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറേ നേരം ബീച്ചിൽ കളിയും ബഹളമൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ദേ തലേക്കൂടെ വെള്ളം ഒഴിക്കാനായിട്ട് കടലിൽ നിന്ന് തന്നെ വെള്ളം എടുക്കുകയാണ് കേട്ടോ. കടലിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മുടെ മാത്തൻ്റെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ തെങ്കാശിപട്ടണത്തിലെ ഡയലോഗ് മാത്തൻ ഓർമ്മ വന്നത്. അപ്പോൾ ദേ അത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ദേ ഓടി ചിരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ മഞ്ഞ കളറൊക്കെ കലക്കി വെച്ചിരിക്കുകയാണ്. ഒരു വെറൈറ്റി ഹൽദിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാരണം നമ്മൾ കുറച്ചൊരു നല്ലൊരു സമയം എല്ലാവരും കൂടി വേണം എന്നുള്ള ഒറ്റൊരു കാര്യത്തിന് വേണ്ടി ഈ ഒരു പേര് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ പാച്ചു ഇതാ ബീച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻസൺ ചേട്ടൻ ബിസി ആയിട്ട് അവൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്തൻ അവനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിൻ്റെ ബീച്ചിൽ കളിക്കാനൊക്കെ. അങ്ങനെ ദേ നമ്മൾ മണവാളിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 മണി തൊട്ട് 6 വരെയും മണവാളിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൻ്റെ അടുത്ത് മുൻപ് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്തിനാണ് വരണേന്ന് പോലും അവന് ഐഡിയ ഇല്ലായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന വേഷത്തിലാണ് സഖാവ് വന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഡ്രസ്സിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിഷ ചേച്ചിയുടെ ഷോൾ എടുത്ത് അവനെ പുറപ്പിച്ചു. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ തമിഴ്നാട്ടിലെ ഡെഡ് ബോഡി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ആൻസൺ ചേട്ടനും അലനും എല്ലാവരും വാശിക്ക് നിന്ന് വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾ ലവ്യ ആണ്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ. നല്ല രസമായിരുന്നു, നല്ല കാറ്റായിരുന്നു. ഈ ഒരു സമയമായ കാരണം അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയിൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ലാസ്റ്റ് മണവാളൻ്റെ മുങ്ങി കുളിക്കാൻ പോയേക്കാണ്. അപ്പോൾ അതും ആൻസൺ ചേട്ടൻ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെ എന്തോ പുതിയ വള്ളമാണ് കേട്ടോ, പുതിയ ഇറക്കാനിട്ടിരുന്ന വള്ളമാണ്. അപ്പോൾ അതിൽ കയറരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ, കയറാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ എടുത്ത് നമുക്കിനി പോവാം, എങ്ങോട്ടെങ്കിലും പോവാം, എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു നമുക്ക് കള്ള് ഷാപ്പിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാം. പിന്നെ പറഞ്ഞു അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഹോട്ടലിൽ പോവാം. അങ്ങനെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ലവ്യ പറഞ്ഞാൽ നമുക്ക് കുറച്ച് റീൽ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ 3 പെൺപിള്ളേരും കൂടിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് മ്യൂസിക് ഡാൻസൊക്കെ കളിച്ച് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻസൺ ചേട്ടനാണ് ഈ വീഡിയോ എടുക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നിഷ ചേച്ചി, ലവ്യ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഇപ്പം ഓരോരുത്തരും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്നാൽ ശരി നമുക്ക് തൽക്കാലം ഒരു തട്ടുകടയിൽ പോയിട്ട് അവിടുന്ന് നല്ല തട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശില്പയും ഡാഡിയും മമ്മിയും അവിടെ വന്നിട്ടുണ്ടെന്ന് അമൽ പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ മാട്ടീസ് കിച്ചണിലേക്കാണ് പോയത് കേട്ടോ. നല്ല നാടൻ ഷാപ്പാട് കിട്ടുന്ന സ്ഥലമാണ്. കപ്പ, ബീഫ്, കക്ക, സീ ഫുഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും മടങ്ങുന്ന സമയത്ത് ചാട്ട് കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെ ഞാനും ആൻസൺ ചേട്ടനും ലവ്യയും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി. ഞങ്ങൾ ചാട്ടമൊക്കെ കഴിച്ച് കുറച്ച് ആ ഒരു ബീച്ച് സൈഡിൽ നടന്ന് ഒരു കുഞ്ഞ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. പപ്പയും മമ്മിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ഒരു അടിപൊളി ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ തട്ടിക്കൂട്ട് ഹൽദി സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.